നമസ്കാരം. ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത്, പിന്നെ പറയുന്നത് ഇപ്പം പറയില്ല, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല ഇന്നലെ പറഞ്ഞത്. ആകെ ജഗ, പുക, വട്ട്, ഭ്രാന്ത് എല്ലാമുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ആഗോള വലിയ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റുമാണ്. വയസ്സുകൊണ്ട് നല്ല 80 വയസ്സൊക്കെ കഴിഞ്ഞ വലിയ വലിയ വ്യവസായിയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളാണ്. പക്ഷേ പറയുന്ന കംപ്ലീറ്റ് വിടുവായത്തരവും ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇന്ത്യയെ വല്ലാതെ പ്രതിരോധിച്ചു. 100% ടാക്സ് ഏർപ്പെടുത്തി, തീരുവ ഏർപ്പെടുത്തി, 30% വേറെ ചില വിഷയങ്ങൾക്ക് ഏർപ്പെടുത്തി, മരുന്നിന് ഏർപ്പെടുത്തി. വലിയ തോതിലാണ് ഇന്ത്യയെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ എല്ലാ പത്തിയും മടക്കിയിട്ട് പറയുന്നു, ഞങ്ങൾ ഇന്ത്യയോടൊപ്പം, ഇന്ത്യ അമേരിക്ക ഭായി ഭായി നേരിട്ട് കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നരേന്ദ്രമോദിയെ നേരിട്ട് കാണാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുകയാണ്. പീയൂഷ് ഗോയൽ പോയി, വിദേശകാര്യമന്ത്രി അവിടെ പോയി സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറിയെയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി അല്ല വാണിജ്യമന്ത്രി അവിടെ പോയി കാണുകയും ഒക്കെ ചെയ്തിരുന്നു. വിദേശകാര്യമന്ത്രി ജയശങ്കർ അവിടെ പോവുകയും കാണുകയൊക്കെ ചെയ്തിരുന്നു. ഇതെല്ലാം നടന്നു. അപ്പോഴാണ് പുതിയ ഒരു മേളം വരുന്നത്. മോഡിയെ നേരിട്ട് ട്രംപ് കാണും, കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെ കണ്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ഡോളർ വച്ചുള്ള അമേരിക്കയുടെ കളി എന്താകും? ഇപ്പോൾ അമേരിക്ക മൂല്യം വെച്ച് കളിക്കുന്നുണ്ട്. 4000 അവിടുത്തെ വിസ കിട്ടണമെങ്കിൽ $4000 പകരം $1,00,000 വേണം എന്ന് പറഞ്ഞ് എത്രയും ഇരട്ടിയാണെന്ന് നോക്കൂ. 4000 ഇവിടെ കിടക്കുന്നു, 1,00,000 ഇവിടെ കിടക്കുന്നു. അത്രയും ഇരട്ടി ഡോളർ വേണമെന്നൊക്കെ ഉള്ള കർശനമായ ഒരു രാജ്യത്തെ കുരുക്കുന്നത് എങ്ങനെയെന്നുള്ള നിലയിൽ എല്ലാ അർത്ഥത്തിലും പിടിച്ചു കെട്ടുന്ന രീതിയിലുള്ള വലിയ പിഴ പോലെ നമ്മളെ ഉപദ്രവിച്ച ഡൊണാൾഡ് ട്രംപ് വീണ്ടും മോഡിയെ കാണാൻ വരുന്നു. മോഡിയുമായിട്ട് ചർച്ച നടക്കും. അതിവിടെ വെച്ചാണോ അമേരിക്കയിൽ വെച്ചാണോ പൊതുസഭയുടെ ഭാഗമാണോ എവിടെയാണെന്നുള്ളതല്ല. ചർച്ച എന്തായാലും മോഡിയെ നേരിട്ട് കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അവരുടെ ചർച്ച എങ്ങനെയാണ് വരിക എന്ന് നമുക്കറിയില്ല. ഇന്ത്യ എന്തായാലും ഈ ഗ്യാപ്പ് നോക്കി റഷ്യയുമായി എണ്ണയുടെ ഇടപാട് കൂടുതൽ കൊണ്ടുപോയി. ചൈനയിൽ പോയി, ചൈന ഇന്ത്യ റഷ്യ ബന്ധമുണ്ടാക്കി. അതുപോലെ തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ, അതായത് താലിബാൻ, സൗദി അറേബ്യ ബന്ധം നമ്മളുണ്ടാക്കി, ഇറാൻ, അങ്ങനെ ഒരു ബന്ധം നമ്മളുണ്ടാക്കി. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ നമ്മൾ ലോകത്തുണ്ടാക്കി പോവുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു പുതിയ ഒരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് കൂട്ടുന്നത്. ഈ ചർച്ച എങ്ങനെയാണ് നമ്മളെ മലയാളികളെ, നമ്മുടെ ഇന്ത്യക്കാരെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്നറിയില്ല. എന്തായാലും വോക്കൽ ഫോർ ലോക്കൽ പോലുള്ള കാഴ്ചപ്പാടുകളും ചർച്ചയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അത് വരുമ്പോഴാണ് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും നടക്കുന്നത്. ഗൗരവതരമായ ഈ വിഷയം ആണ് നമുക്ക് ചർച്ചയെ കൊണ്ടുവരേണ്ടത്. മോഡിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ കാണുമ്പോൾ എന്തായിരിക്കും അടുത്ത പണി, അടുത്ത പാര ട്രംപ് മനസ്സിൽ വച്ചിരിക്കുന്നത്?